ഇപ്പോഴൊക്കെ നമുക്ക് മലയാളികളല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട് അല്ലേ? ആ ഫ്രണ്ട്സ് വല്ലപ്പോഴൊക്കെ കല്യാണത്തിന് നമ്മൾ ക്ഷണിക്കാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാണെന്ന്. പക്ഷെ ഈ ഫ്രണ്ട് മലയാളി അല്ല കേട്ടോ, അപ്പൊ മലയാളം അറിയില്ല. അപ്പൊ ഫ്രണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ച പാർട്ട്ണറുടെ കൂടെ സ്റ്റേജിൽ നിൽക്കണം കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയാ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറയാൻ പറ്റില്ലല്ലോ, അന്ന് വെഡിങ് നടക്കുന്ന ദിവസമല്ലേ. അപ്പൊ എന്ത് പറയും? കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു, രണ്ടുപേർക്കും എന്റെ ആശംസകൾ. അപ്പൊ അവരെന്താ പറയാ? നിങ്ങളുടെയാണ് കല്യാണമെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ടിന് മലയാളം അറിയില്ലെങ്കിൽ അവർ കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? വന്നതിന് നന്ദി. എങ്ങനെ പറയും? താങ്ക്സ് ഫോർ കമ്മിങ്. ആ വന്നില്ല നിങ്ങളിവിടെ, അതിന് ഫോർ ദിസ് എന്ന് പറഞ്ഞ ആ കാരണത്തിന് താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒരു നല്ലൊരു ജീവിതം ആശംസിക്കുന്നു എന്ന് പറയാണ്. അതെങ്ങനെ പറയാ? ഐ വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ അവര് പൊതുവെ താങ്ക് യു എന്ന് പറയും അല്ലെ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് വെച്ചിട്ട് പൊതുവായിട്ട് ആദ്യം ചോദിക്കുന്ന കാര്യം എന്തായിരിക്കും? ഭക്ഷണമൊക്കെ കഴിച്ചോ അല്ലെ? അതെങ്ങനെ ചോദിക്കും? ഹാവ് യു ഹാഡ് ദ ഫുഡ് ഓൾറെഡി? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡ്, FOOD, ഫുഡ്. പക്ഷെ അതുപോലെ നമ്മൾ FOOT പാദത്തിന് പറയുന്നത് ഫുഡ് അല്ല ഫുഡ്. അപ്പൊ ആ പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കണേ. ഭക്ഷണത്തിന് പറയുന്നത് ഫുഡ്, മറ്റത് ഫുഡ്. അപ്പൊ ഹാവ് യു ഹാഡ് അത് എന്ത് പ്രയോഗമാണത്? ഭക്ഷണം ഓൾറെഡി തിന്നതാണോ? തിന്നുന്നത് ഈറ്റാണ് നമുക്കറിയാം. പക്ഷെ ഹാവ് എന്നുള്ള വാക്കും നമുക്ക് തിന്നുക, കഴിക്കുക എന്നതിന് ഉപയോഗിക്കാം. അപ്പൊ ഈറ്റിനേക്കാളും കുറച്ചുകൂടി ഒരു നല്ല യൂസേജ് എനിക്ക് തോന്നുന്നത് ഹാവിന്റെ യൂസേജ് ആയിരിക്കും. ഹാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞതാണോ എന്നുള്ള അർത്ഥത്തില്. ഹാവ് യു ഹാഡ് ആ സെന്റൻസിൽ ഈറ്റ് ആയിരുന്നു ഉപയോഗിക്കുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ഹാവ് യു ഈറ്റൺ, V3 ഫോം ആണ്. ഹാവ് യു ഹാഡ് ഫുഡ് ഓൾറെഡി. അപ്പൊ ഇതിന്റെ ഉത്തരം കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. ഹാവ് യു ഹാഡ് യുവർ ഫുഡ് ഓൾറെഡി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഐ ഹാഡ് എന്ന് പറയുന്നത് യെസ് ഐ ഹാവ്. ഹാവ് യു ഡൺ സംതിങ്? യെസ് ഐ ഹാവ്. അങ്ങനെയാണ് ഉത്തരം വരിക കേട്ടോ. ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ ഓൾറെഡി? യെസ് ഐ ഹാവ്. എന്നിട്ട് പറയണ്ടേ എല്ലാം നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പായസം ശരിക്കും നന്നായിരുന്നു. അതെങ്ങനെ പറയും? എവറിത്തിങ് വാസ് ഡെലിഷ്യസ്. എല്ലാ സാധനവും നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എവറിത്തിങ് വാസ് ഡെലിഷ്യസ്. എവറിത്തിങ് വേറല്ല, പ്ലൂറൽ അല്ല. എവറിത്തിങ് ഉള്ളത് ഒറ്റ സാധനമായിട്ട് കണക്കാക്കണം. അപ്പൊ സിംഗുലർ വേർബാണ് ഉപയോഗിക്കുക. എവറിത്തിങ് വാസ് ഡെലിഷ്യസ്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ദ പായസം. ഓ പായസം പ്രത്യേകിച്ച്, അങ്ങനെ പറയില്ലേ? എസ്പെഷ്യലി ദ പായസം, എസ്പെഷ്യലി ദ പായസം. ആ അത് സന്തോഷം. എങ്ങനെ പറയും? ഹാപ്പി ടു ഹിയർ ദാറ്റ്, ഹാപ്പി ടു ഹിയർ ദാറ്റ്. അങ്ങനെ കേട്ടതിൽ സന്തോഷം എന്നുള്ള അർത്ഥത്തില് ഹാപ്പി ടു ഹിയർ ദാറ്റ്. നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം എല്ലാവരും കൂടെ ചേർന്നിട്ട്. അതെങ്ങനെ പറയും? ലെറ്റ്സ് ടേക്ക് എ ഫോട്ടോ ടുഗെദർ. എല്ലാവരും ചേർന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ലെറ്റ്സ് ടേക്ക് എ ഫോട്ടോ ടുഗെദർ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഓക്കെ എന്ന് പറയാം. ഷുവർ, അങ്ങനെ പറയാം. ഷുവർ. അപ്പൊ അവർ പറയാണ് വൈകുന്നേരം ഒരു ചെറിയ പാർട്ടി ഉണ്ട്, നിങ്ങളും കൂടെ ചേർന്നിരുന്നെങ്കിൽ നന്നായേനെ. അതെങ്ങനെ ചോദിക്കും? വി ഹാവ് എ സ്മോൾ പാർട്ടി ഇൻ ദ ഈവനിങ്. ഇൻ ദ ഈവനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട്, സൂര്യൻ അസ്തമിച്ച ശേഷം. ഇപ്പൊ രാത്രി ഉള്ളൊരു സംഭവമാണ്, ഭയങ്കര ലേറ്റ് ആയിട്ട് രാത്രിയല്ല. സൂര്യൻ അസ്തമിച്ച ആ വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. വി ഹാവ് എ പാർട്ടി ഇൻ ദ ഈവനിങ് ആൻഡ് ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് യു കുഡ് ജോയിൻ. താങ്കളും അതിൽ വന്നിരുന്നെങ്കിൽ, പങ്കെടുത്തിരുന്നെങ്കിൽ നന്നായേനെ. ആൻഡ് ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് യു കുഡ് ജോയിൻ. അപ്പൊ നമ്മൾ ചോദിക്കുക എപ്പോഴാണത് തുടങ്ങണേ? അങ്ങനെ ചോദിക്കുക. വെൻ ഇസ് ദ പാർട്ടി? അങ്ങനെ ചോദിക്കാൻ അവിടെ പറ്റില്ല അല്ലെ. എപ്പോഴാണ് അത് തുടങ്ങുന്നത് എന്നുള്ള അർത്ഥത്തില് വെൻ ഡസ് ഇറ്റ് ബിഗിൻ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എപ്പോഴാണ് അത് തുടങ്ങുക? വെൻ ഡസ് ഇറ്റ് ബിഗിൻ. വെൻ ഇസ് ഇറ്റ് അതും ചോദിക്കാം. ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെൻ ഡസ് ഇറ്റ് ബിഗിൻ. ആ സമയം കൃത്യമായിട്ട് നമുക്ക് അറിയണം അല്ലെ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വെൻ ഡസ് ഇറ്റ് ബിഗിൻ എന്ന് ചോദിക്കുന്നത്. അത് തീരുമാനിച്ചേക്കുന്ന സമയം 6 മണിയാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, ഒരു 7 മണിക്ക് മുമ്പൊന്നും ആരും ഇവിടെ പാർട്ടി തുടങ്ങാൻ പോണില്ല. ലേറ്റ് ആവും, പൊതുവെ അങ്ങനെയല്ലേ. അതെങ്ങനെയാ പറയാ? തീരുമാനിച്ചിരിക്കുന്ന സമയം 6 മണിയാണെന്ന് എങ്ങനെ പറയാ? ദ ഷെഡ്യൂൾഡ് ടൈം 6 PM. ആ തീരുമാനിച്ചിരിക്കുന്ന സമയം അതാണ്. ഷെഡ്യൂൾഡ് ടൈം ഇസ് at 6 PM. 6 മണി വൈകിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബട്ട് യു നോ, പക്ഷെ താങ്കൾക്ക് അറിയാലോ, ബട്ട് യു നോ ഐ വുഡന്റ് എക്സ്പെക്ട് ഇറ്റ് ടു ആക്ച്വലി ബിഗിൻ ബിഫോർ 7 PM. എനിക്ക് തോന്നുന്നില്ല ഒരു 7 മണിക്ക് മുമ്പ് ഒന്ന് തുടങ്ങൂന്ന് എന്നുള്ള അർത്ഥത്തില്. ബട്ട് യു നോ അത് നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അത് നടക്കില്ലല്ലോ, സമയത്ത് കുറച്ച് വൈകില്ലേ, ആ അർത്ഥത്തില്. ബട്ട് യു നോ ഐ വുഡന്റ് എക്സ്പെക്ട് ഇറ്റ് ടു ആക്ച്വലി ബിഗിൻ ബിഫോർ 7 PM. 7 മണിക്ക് മുമ്പ്, ബിഫോർ 7 PM അത് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ വുഡന്റ് എക്സ്പെക്ട്. അപ്പൊ ഞാൻ പറയാണ് അയ്യോ അതെനിക്ക് കുറച്ച് വൈകിട്ടുള്ള സമയമാണ്, അടുത്ത തവണ നമുക്ക് കൂടാം. അതെങ്ങനെ പറയും? ദാറ്റ്സ് എ ബിറ്റ് ടു ലേറ്റ് ഫോർ മീ. കണ്ടോ, ദാറ്റ്സ് എ ബിറ്റ്
too late for me. എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയ്യോ ദിസ് ഇസ് എ ബിറ്റ് ടു മച്ച് ഫോർ മീ, ഇതെനിക്ക് കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ ദിസ് ഇസ് എ ബിറ്റ് ടു മച്ച് അല്ലെങ്കിൽ ദിസ് ഇസ് എ ബിറ്റ് ടു ലേറ്റ്. ആ പ്രയോഗം ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. എന്നാൽ പിന്നീട് ഒരിക്കലാവാം. അതെങ്ങനെ പറയണേ? മേ ബി അനദർ ടൈം ദെൻ. എന്നാൽ വേറൊരു സമയത്ത് നമുക്ക് കാണാം, കൂടാം. മേ ബി അങ്ങനെയാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ് അവിടെ. മേ ബി ഇപ്പൊ വേറൊരു സമയത്ത് കൂടാം. മേ ബി അനദർ ടൈം ദെൻ. അപ്പൊ മറ്റേ പറയണ ഓക്കെ ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ ദാറ്റ്സ് ഓക്കെ. അപ്പൊ ഈ കല്യാണം കഴിച്ച ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ, നിങ്ങളുടെ കല്യാണത്തിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമെന്ന്. അതെങ്ങനെയാ പറയാ? വൺസ് യു ഫോക്സ് ഹാവ് സെറ്റിൽഡ് ആഫ്റ്റർ ദ ഇവന്റ്. കുറച്ചധികം വേർഡ്സ് ഉണ്ട് അല്ലേ? വൺസ് യു ഫോക്സ്. എന്താ ഈ ഫോക്സ്? പൊതുവെ നമ്മൾ വൺസ് യു ഗൈസ് എന്നൊക്കെ പറഞ്ഞാൽ, ഗൈ എന്നുള്ളത് പൊതുവെ ആണുങ്ങൾക്ക് വേണ്ടി പറയുന്ന ഒരു വാക്കായതുകൊണ്ട് ഇപ്പത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിലെ ആൾക്കാരെടുത്ത് ഹൈ ഗൈസ് എന്ന് പറയുന്നതിന് പകരം ഹൈ ഫോക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. പക്ഷെ ഫോക്കിന് ആണും പെണ്ണും ഒന്നുമില്ല. ഫ്രണ്ട്സ് എന്നുള്ള അത്രയും ഇൻഫോർമൽ ആവുന്നില്ല ഫോക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പൊതുവെ ഗൈസ്ന്നോ ഗേൾസ്ന്നോ എന്ന് പറയുന്നതിന് പകരം ഹൈ ഫോക്സ്, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കേണ്ട ഒരു രീതി ഉള്ളതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൂടി നമ്മളൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഫോക്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കേട്ടോ. അപ്പൊ ഈ ചടങ്ങുകളൊക്കെ തീർന്നിട്ട് നിങ്ങളൊന്ന് സെറ്റിൽ ആയിട്ട്, അതാണ് വൺസ് യു ഫോക്സ് ഹാവ് സെറ്റിൽഡ്. ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിട്ട് ആഫ്റ്റർ ദ ഇവന്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സെറ്റിൽ ആയ ശേഷം ഡു വിസിറ്റ് അസ് ഫോർ ലഞ്ച്. എന്തായാലും ഒരു ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ വരണം എന്നാണ് ആ അർത്ഥം. വൺസ് യു ഫോക്സ് ഹാവ് സെറ്റിൽഡ് ഡൗൺ ആഫ്റ്റർ ദ ഇവന്റ് ഡു വിസിറ്റ് അസ് ഫോർ ലഞ്ച്. ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി, ലഞ്ച് കഴിക്കാൻ വേണ്ടി എന്തായാലും വരണം. ആ എന്തായാലും വരണം എന്നുള്ള സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡു ഉപയോഗിച്ചത്. വിസിറ്റ് അസ് എന്ന് പറഞ്ഞാൽ പോലെ അവിടെ, പക്ഷെ നിങ്ങൾ എന്തായാലും വരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡു വിസിറ്റ് അസ് ഫോർ ലഞ്ച്. അപ്പൊ അവര് പറയാണ് ഷുവർ എന്തായാലും വരാം, ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ അമ്മൂമ്മയുണ്ട്, ആളെ ഒന്ന് കാണണം ബാംഗ്ലൂർ തിരിച്ചു പോകുന്നതിന് മുമ്പ്. അതെങ്ങനെ പറയാം? വി വോണ്ട് ടു വിസിറ്റ് യുവർ ഗ്രാൻഡ് മാ ബിഫോർ വി ഗോ ബാക്ക് ടു ബാംഗ്ലൂർ. ഞങ്ങൾ ബാംഗ്ലൂർ തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുത്തശ്ശി ഒന്ന് വന്ന് കാണണമെന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ വരും എന്നാണ് പറയുന്നത്. വി വോണ്ട് ടു ഡു ഇറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് ചെയ്യണം. വി വോണ്ട് ടു വിസിറ്റ് യുവർ ഗ്രാൻഡ് മദർ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് മദറിനെ വിസിറ്റ് ചെയ്യണം ബിഫോർ വി ഗോ ബാക്ക് ടു ബാംഗ്ലൂർ. ഓ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ പറയാ ഷീൽ ബി വെരി ഹാപ്പി ഇഫ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് വന്നിട്ട് മുത്തശ്ശിനെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. ഷീ വിൽ ബി വെരി ഹാപ്പി ഇഫ് യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ അവിടെ നമ്മൾ ഷീ വുഡ് ബി എന്ന് പറയണേക്കാട്ടും വിൽ ബി എന്ന് പറഞ്ഞു. അതെന്താ കാരണം? ഇവര് വന്ന് മുത്തശ്ശിനെ കാണുകയാണെങ്കിൽ മുത്തശ്ശിക്ക് എന്തായാലും സന്തോഷമാവും നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ വിൽ ഉപയോഗിച്ചത്. ഷീ വിൽ ബി ഹാപ്പി ഇഫ് യു ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഡെഫിനറ്റ്ലി എന്തായാലും ഞങ്ങൾ വരും, അതാണ് ഡെഫിനറ്റ്ലി. എന്നാൽ ശരി നടക്കട്ടെ, ഞാനും ഇറങ്ങാം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റിയൊരു സെന്റൻസ് ആണ് ദെൻ ലെറ്റ് മീ ഗെറ്റ് ഗോയിങ് നൗ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തുടരട്ടെ, എൻ്റെ പരിപാടി തുടരട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ എന്നുള്ള അർത്ഥമാണ്. ഓൾ റൈറ്റ് ദെൻ ലെറ്റ് മീ ഗെറ്റ് ഗോയിങ് നൗ കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രേസ് നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇനി ഇറങ്ങണം, കോൺവെർസേഷൻ നിർത്തിയിട്ട് നിങ്ങളുടെ പരിപാടികൾ നോക്കണമെങ്കിൽ ഓക്കെ ഓൾ റൈറ്റ് ദെൻ ലെറ്റ് മീ ഗെറ്റ് ഗോയിങ് നൗ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പരിപാടി ചെയ്യട്ടെ എന്നാണ് അർത്ഥം. അപ്പൊ ഈ സെന്റൻസ് പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരം വരും. എവിടെയെങ്കിലും ഒക്കെ കോൺവെർസേഷൻ എൻ്റെ ആണെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ വീണ്ടും അവർ പറയാണ് താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ടു അവർ വെഡിങ്. ഞങ്ങളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് വന്നതിന് വളരെ സന്തോഷം. താങ്ക് യു ഫോർ കമ്മിങ് ടു അവർ വെഡിങ്. അപ്പോൾ വെഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹ ചടങ്ങിന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ചടങ്ങിൽ നിങ്ങൾ വന്നതിന് നന്ദി. അപ്പോൾ ഇന്നത്തെ കോൺവെർസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യാം അല്ലേ? നിങ്ങൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന സെന്റൻസുകൾ ഉറക്കെ വായിക്കാം. ഞാൻ ആദ്യം വായിക്കാം, അതിന് മറ്റേ ഭാഗത്ത് പറയുന്ന സെന്റൻസുകൾ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് റോൾസ് റിവേഴ്സ് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. I wish you a very happy married life. Have you had the food already? Happy to hear that. Sure. When does it begin? Oh, that's a bit too late for me. Maybe another time then. Once you folks have settled after the event, do visit us for lunch. She'll be very happy if you can do it. All right then, I'll get going now.
ഇനി നമുക്ക് റോൾസ് റിവേഴ്സ് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു. യെസ്, ഐ ഹാവ്. Everything was delicious, especially the payasam. Let's take a photo together. We have a small party in the evening and it would be nice if you could join. The scheduled time is 6 p.m. but I wouldn't expect it to actually begin before 7. That's okay. Sure, we want to visit your grandma before we go back to Bangalore. Definitely. Thanks a lot for coming to our wedding. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ അറിയിക്കുക. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ബൈ ബൈ.